കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്ക് ശ്രമമെന്നാണ് സംശയം. പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് കണ്ടതോടെ രാത്രി 3 മണിയോടെ ഇത് മാറ്റി. പാലരുവി ട്രെയിൻ കടന്നു പോകുന്നതിന് മുമ്പാണ് സംഭവം. ആ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അരുൺരാജ് വിവരങ്ങൾ. അരുൺ, ഇതെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വലിയ ദുരന്തത്തിന് നമ്മൾ കാണേണ്ടി വന്നേനെ. എന്താണ് ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത് അരുൺ? അഷ്മി, തീർച്ചയായും നാട്ടുകാർ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് രാവിലെ കേരളം ഉണരുന്നത് വലിയ ദുരന്ത വാർത്തയോടെയായിരുന്നേനെ. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് കുണ്ട്ര ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് റെയിൽവേ ട്രാക്കിന് കുറുകെ എടുത്തു വെച്ചതായി കണ്ടെത്തുന്നത്. ഈ 3 മണിയോടെ നാട്ടുകാർ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ എഴുകോൺ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്നാണ് ഈ ടെലിഫോൺ പോസ്റ്റ് ഈ പാളത്തിന് കുറുകെ ഇന്ന് എടുത്തു മാറ്റുന്നത്. ഇതിന് പിന്നാലെ 3:25 പാലരുവി എക്സ്പ്രസ് ഇതുവഴി കടന്നു പോവുകയും ചെയ്തു. ഇതിൽ നാട്ടുകാർ സംശയിക്കുന്നത് ട്രെയിൻ അട്ടിമറിക്കുള്ള ശ്രമമുണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം പല ഘട്ടങ്ങളിലായി കുണ്ട്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ ട്രെയിന് നേരെ കല്ലെറിയുന്ന സംഭവം, അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിൽ ഈ സാധനങ്ങൾ എടുത്തു വെക്കുന്ന സംഭവങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു അട്ടിമറി ശ്രമമുണ്ടോ എന്നീ കാര്യങ്ങൾ നാട്ടുകാർ തന്നെ പോലീസിന് മുമ്പ് സംശയമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ പൊന്നൂർ റെയിൽവേ പോലീസും അതുപോലെ തന്നെ എഴുകോൺ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണതല്ല. ആർക്കോ ചേർന്ന് റെയിൽവേ ട്രാക്കിന് നേരെ കുറുകെ ഒരു ടെലിഫോൺ പോസ്റ്റ് എടുത്ത് വെക്കലായിരുന്നു. അവരുടെ ഉദ്ദേശം തീവണ്ടി അട്ടിമറിച്ച് ദുരന്തമുണ്ടാക്കുക എന്നുള്ള മനഃപൂർവ്വ ഉദ്ദേശം ഉണ്ടായിരുന്നോ, അതോ ഈ പറയുന്ന മയക്കുമരുന്ന് തലക്കി പിടിച്ച് ചെയ്ത അതിക്രമമാണോ എന്നറിയില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കണം. എന്തായാലും ഒരാളോ 1-2 പേർ ചേർന്നാൽ പിടിച്ചാൽ പോകുന്ന പോസ്റ്റ് ഒന്നുമില്ല. നല്ല വെയിറ്റുള്ള പോസ്റ്റാണ്. മാത്രമല്ല അത് കറക്റ്റായിട്ട് ആ ട്രാക്കിൻ്റെ കുറുകെ വന്നിട്ടുമുണ്ട്. നാട്ടുകാർ കണ്ടു, എടുത്തു മാറ്റി. ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ നമ്മൾ കണ്ണു തുറക്കുക, മഹാദുരന്തത്തിലേക്കായിരുന്നിരിക്കണം. ഭാഗ്യം അതുണ്ടായില്ല.